വെൽക്കം ടു സിനിമാസഫി. കിഷ്കിന്ധാകാന്ഡത്തിന്റെ മേക്കേഴ്സ് വീണ്ടും ഒന്നിച്ച സിനിമയാണ് എക്കോ. കഴിഞ്ഞ വർഷം ഇറങ്ങിയ കിഷ്കിന്ധാകാന്ഡം ആ വർഷം കണ്ട ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു. കിഷ്കിന്ധാകാന്ഡത്തിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ എന്നെല്ലാം പറയാൻ കഴിയുന്ന സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ എഴുത്ത് തന്നെയാണ് എക്കോയുടെ നട്ടല്. ബാഹുൽ രമേശിന്റെ എഴുത്തുകളെല്ലാം കൺവേ ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. നിഷ്ഠിക്കായ അല്പം വിങ്ങിലുള്ള ഒരു ആശ്വാസം പോലെ ഒരു ഫീലിംഗ്. ആ ഫീലിംഗ് എക്കോയിലും ബാഹുലിന് കൺവേ ചെയ്യാൻ കഴിയുന്നുണ്ട്. കിഷ്കിന്ധാകാന്ഡം പോലെ തന്നെ ഇന്നർ ലെയറുകൾ ഒരുപാടുള്ള സിനിമ തന്നെയാണ് എക്കോ. എക്കോയുടെ അടരുകൾ ഓരോന്നായി അടർത്തിയെടുക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. തീർച്ചയായും സ്പോയിലേഴ്സ് ഉണ്ടാകും, അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാം കൊണ്ടും മികച്ച സിനിമയാണ് എക്കോ. മികച്ച എഴുത്ത്, മികച്ച സംവിധാനം, മികച്ച അഭിനയം, മികച്ച ക്യാമറ, മികച്ച പശ്ചാത്തല സംഗീതം, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒന്നിനൊന്ന് മെച്ചമുള്ള സിനിമയാണ് എക്കോ. ഈ സിനിമ പറയാൻ തിരഞ്ഞെടുത്ത ടെറൈൻ തന്നെയാണ് സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവ്. കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീലിംഗ് കൺവേ ചെയ്യാൻ ഉതകുന്ന ലൊക്കേഷൻസ് ആണ് സിനിമയുടേത്. കഥാപാത്രങ്ങളുടെ നിഗൂഢത പോലെ തന്നെ ആ സ്ഥലത്തിന്റെ നിഗൂഢതയും പ്രേക്ഷകരെ പൊതിയുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം മെയിൻ ക്യാരക്ടറായി എത്തുന്ന സന്ദീപിന്റെ പെർഫോമൻസ് ആണ്. ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ തനിക്ക് എല്ലാ വേഷവും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച നടനാണ് സന്ദീപ്. തീർച്ചയായും എക്കോ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ ആണ്. ഇനി നമുക്ക് സിനിമയുടെ അകത്തേക്ക് പോകാം. എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം നമുക്ക് സിനിമയുടെ പേരിൽ നിന്ന് തുടങ്ങാം. വളരെ ആപ്റ്റ് ആയിട്ടുള്ള പേരാണ് സിനിമയ്ക്കുള്ളത്. എക്കോ എന്ന സിനിമയുടെ പേര് സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എക്കോ എന്ന് എഴുതുമ്പോൾ ഓക്ക് മുകളിൽ നൽകിയിട്ടുള്ള ചെറിയ വര സൂചിപ്പിക്കുന്നത് എക്കോ എന്ന വാക്ക് സംസ്കൃതം തന്നെയാണ് എന്നാണ്. സംസ്കൃതം ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതുമ്പോൾ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള വരകളും ചിഹ്നങ്ങളും ഉപയോഗിക്കുക. കിഷ്കിന്ധാകാന്ഡവും സംസ്കൃതത്തോടും ഹിന്ദു മിത്തോളജിയോടുമൊക്കെ ചേർന്നു നിൽക്കുന്ന പേരാണ്. ദ വൺ എന്നാണ് എക്കോ എന്ന വാക്കിനർത്ഥം. അദ്വൈത ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടൈമാണ് എക്കോ എന്നത്. രണ്ടല്ലാത്ത ഒന്ന് എന്ന അർത്ഥം വെക്കാം. ഏകം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ദ്വൈതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അദ്വൈതത്തെ ഏകത്വം എന്ന് വിശേഷിപ്പിക്കാത്തത്. ആ ദ്വൈതം, അതായത് രണ്ടല്ലാത്തത് എന്നാണ് അദ്വൈതത്തിന്റെ അർത്ഥം. ആ വാക്കിനെയും അർത്ഥത്തെയും സൂചിപ്പിക്കുന്ന വാക്കാണ് എക്കോ, അതായത് രണ്ടല്ലാത്ത ഒന്ന്. രണ്ടാണെന്ന് തോന്നുന്നതെല്ലാം മിഥ്യയാണെന്നും അഥവാ ഇല്യൂഷൻ ആണെന്നും അദ്വൈത ഫിലോസഫി പറയുന്നു. സിനിമയുമായി ഇത് എങ്ങനെ ബന്ധപ്പെടുന്നുണ്ടെന്ന് നോക്കാം. സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ആ നായകൾ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. റെയർ ആയിട്ടുള്ള മലേഷ്യൻ ബ്രീഡുകളാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ ആ നായകൾ. ടെലോമിയൻ എന്നാണ് ഈ ബ്രീഡ് അറിയപ്പെടുന്നത്. ഫാമിലിയിലെ എല്ലാവരുമായും ഇണങ്ങുമെങ്കിലും ഒരാളോട് മാത്രമേ ഈ ബ്രീഡിന് അനുസരണയും വിധേയത്വവും ഉണ്ടാവുകയുള്ളൂ. പുറമേ നിന്നുള്ളവർക്ക് എല്ലാവരും നായയുടെ മാസ്റ്ററാണെന്ന് തോന്നുമെങ്കിലും ഒരാൾക്ക് മാത്രമേ ഈ നായയുടെ മാസ്റ്ററാകാൻ കഴിയുകയുള്ളൂ. സിംഗിൾ മാസ്റ്റർ ബ്രീഡാണ് ടെലോമിയൻ. നാത്തിച്ചേടത്തിയുടെ ചെറുപ്പത്തിൽ അവർ മലേഷ്യയിലാകുമ്പോൾ അവരുടെ നായ അവരെ തന്നെ കടിക്കാൻ കാരണം അതാണ്. അവരുടെ ആദ്യ ഭർത്താവ് മാത്രമാണ് ആ നായകളുടെ മാസ്റ്റർ. നാത്തിച്ചേടത്തി പറയുന്നത് നായകൾ അനുസരിക്കുന്നുണ്ടെങ്കിലും ചേട്ടത്തിയെ മാസ്റ്ററായി നായകൾ കണക്കാക്കിയിട്ടില്ല. അവരുടെ ഭർത്താവിന്റെ ഓർഡറുകൾ മാത്രമാണ് നായകൾ അനുസരിക്കുന്നത്. കേരളത്തിൽ എത്തുമ്പോഴും അതുതന്നെയാണ് അവസ്ഥ. കുരിയാച്ചനാണ് മാസ്റ്റർ എന്ന് എല്ലാവരും വിചാരിക്കുമ്പോൾ നായകൾക്ക് കൂറും വിധേയത്വവും ഉള്ളത് നാത്തിച്ചേടത്തിയോട് മാത്രമാണ്. അതായത് രണ്ടല്ലാത്ത ഒരു ഓണർ മാത്രമാണ് ടെലോമിയൻ ബ്രീഡുകൾക്കുള്ളത്. രണ്ടാണെന്ന് അഥവാ ഒന്നിൽ കൂടുതലാണെന്ന് നമുക്ക് തോന്നുന്നതെല്ലാം ഇല്യൂഷൻ മാത്രമാണെന്നാണ് ഈ എക്കോ എന്ന പേര് സൂചിപ്പിക്കുന്നത്. കുരിയാച്ചിനോട് മാത്രം കൂറുള്ള പിയൂസിനോടും സിനിമയുടെ ഈ പേര് ചേർത്ത് വായിക്കാവുന്നതാണ്. അങ്ങനെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും വളരെ ആപ്റ്റാണ് ഈ സിനിമക്ക് എക്കോ എന്ന പേര്. കുരിയാച്ചൻ ശരിക്കും മരിച്ചോ എന്നാകും സിനിമ കണ്ടു കഴിഞ്ഞ് തിയേറ്റർ വിടുമ്പോൾ അധിക പേരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യം. ഇല്ല എന്ന് തന്നെയാണ് സിനിമ നമുക്ക് തരുന്ന ഉത്തരം. അത് ഏതാനും ഹിന്റുകളിലൂടെ എഴുത്തുകാരനും സംവിധായകനും വ്യക്തമാക്കുന്നുണ്ട്. സംടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ബോത്ത് ലുക്സ് ദ സെയിം. ഇതാണ് സിനിമയുടെ കോർ ഫിലോസഫി. അത് പലതരത്തിലൂടെ സിനിമ കാണിക്കുന്നുണ്ട്. കുരിയാച്ചൻ തന്നെ ഈ വാചകം മലേഷ്യയിൽ വെച്ച് മ്ലാത്തിച്ചേട്ടത്തിയോട് പറയുന്നുണ്ട്. കുരിയാച്ചൻ മ്ലാത്തിച്ചേട്ടത്തിയുടെ തടവറയിലാണ്. തന്റെ സുരക്ഷക്കെന്ന് കുരിയാച്ചൻ വിചാരിച്ചിരുന്ന അതേ നായകളാണ് തടവറയുടെ കാവൽക്കാർ. സിനിമക്ക് അവസാനം പിയൂസ് മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവൻ നിലത്ത് കിടക്കുന്ന ഒരു മുളപ്പാത്രം എടുത്തു നോക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മുളപ്പാത്രം നമ്മൾ മലേഷ്യയിൽ നാത്തിച്ചേട്ടത്തിയുടെ വീട്ടിൽ കാണുന്നുണ്ട്. നായകളെ കൊണ്ട് മനുഷ്യർക്ക് ഭക്ഷണവും മറ്റും എത്തിക്കാൻ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ പ്രത്യേക തരത്തിലുള്ള പാത്രം. മലേഷ്യയിൽ വെച്ച് വിനീതിന്റെ കഥാപാത്രവും കുരിയാച്ചനും
മ്ലാത്തിച്ചേടത്തിയുടെ ആദ്യ ഭർത്താവും ചേർന്ന് മദ്യപിക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം നായ കൊണ്ടുവരുന്നത് ഈ പാത്രത്തിലാണ്. ഇതേ പാത്രം തന്നെയാണ് പിയൂസും കാണുന്നത്. ഗുഹയിലുള്ള കുരിയാച്ചന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പാത്രമാണിത്. അതിൽ ഫ്രഷായ ഭക്ഷണാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അതായത് അന്ന് പോലും കുരിയാച്ചന് നായകൾ ഭക്ഷണം എത്തിച്ചിരുന്നു എന്നർത്ഥം. സംടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ബോത്ത് ലുക്സ് ദ സെയിം എന്ന പ്രയോഗം വളരെ മനോഹരമായി ട്വിസ്റ്റ് ആകുന്നത് ഇവിടെ നമുക്ക് കാണാനാകും. മ്ലാത്തിച്ചേടത്തിയെ കാണിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രേക്ഷകർ വിചാരിക്കുക മലേഷ്യയിൽ ആദ്യ ഭർത്താവിന്റെ തടവറയിൽ, ഇവിടെ കേരളത്തിൽ കുരിയാച്ചന്റെ തടവറയിൽ എന്നാണ്. വിനീതിന്റെ കഥാപാത്രം ഇത് മ്ലാത്തിച്ചേടത്തിയോട് ഒരവസരത്തിൽ പറയുന്നുമുണ്ട്. എന്നാൽ മ്ലാത്തിച്ചേടത്തിയല്ല തടവറയിൽ, കുരിയാച്ചനാണ് എന്ന് സിനിമയുടെ അവസാനം വെളിപ്പെടും. ആ സമയത്ത് തിയേറ്ററിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അന്യായമായിരുന്നു. ബൈനോക്കുലറുമായി മ്ലാത്തിച്ചേടത്തി നിരീക്ഷിക്കുന്നത് ഒരുപക്ഷെ കുരിയാച്ചനെ ആയിരിക്കാം. കുരിയാച്ചൻ തടവറയിലാണെന്ന് സിനിമയ്ക്ക് അവസാനം വെളിപ്പെടുത്തുമ്പോൾ നിരവധി ചോദ്യങ്ങൾ പ്രേക്ഷകർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് നരേന്റെ കഥാപാത്രത്തിന്റെ കാറിന്റെ ബ്രേക്ക് പൊട്ടിച്ചത്? കുരിയാച്ചനെ അന്വേഷിച്ചു വരുന്നവരൊക്കെ ആരാണ് കൊല്ലുന്നത്? വിനീതിന്റെ കഥാപാത്രത്തെ ആരാണ് കൊല്ലുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ പലർക്കും ഉണ്ടാകും. അതിനുള്ള ഉത്തരങ്ങളും തന്റെ എഴുത്തിൽ ഭദ്രമായി ബാഹുൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിനീതിന്റെ മോഹൻ പോത്തനെ കൊല്ലുന്നത് മ്ലാത്തിച്ചേടത്തി തന്നെയാണ്. അവരുടെ നായകളാണ് മോഹൻ പോത്തനെ കൊക്കയിലേക്ക് തള്ളിയിടുന്നത്. മലേഷ്യയിൽ നിന്ന് തന്നെ ചതിച്ചു കൊണ്ടുവന്നത് പോത്തനും കൂടെ ചേർന്നാണെന്ന് അയാൾ തന്നെ മ്ലാത്തിച്ചേടത്തിയോട് പറയുന്നുണ്ട്. മ്ലാത്തിച്ചേടത്തിക്ക് പോത്തനെ അപ്പോൾ തന്നെ കൊന്നൂടായിരുന്നു എന്ന ലോജിക്കൽ പ്രശ്നം ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനും ബാഹുൽ ഉത്തരം നൽകുന്നുണ്ട്. കുരിയാച്ചൻ വന്നതിന് ശേഷം ആ ആരോപണം സത്യമാണോ എന്ന് ഉറപ്പിക്കാനാണ് മ്ലാത്തിച്ചേടത്തി കാത്തിരിക്കുന്നത്. സത്യമാകല്ലേ എന്ന് സ്വയം പ്രാർത്ഥിച്ചാണ് അവർ കാത്തിരുന്നതെന്ന് അവർ തന്നെ കുരിയാച്ചനോട് പറയുന്നുണ്ട്. എന്നാൽ ഒന്നിനെയും കൂസാത്ത കുരിയാച്ചൻ അവർക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തുകയും ഒളിവിൽ പോയി വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. ഒളിവിൽ പോയ കുരിയാച്ചനെ മ്ലാത്തിച്ചേടത്തി നായകളെ ഉപയോഗിച്ച് തടവിലാക്കുന്നു. മ്ലാത്തിച്ചേടത്തിയെ കണ്ട് തിരിച്ചു പോകുന്ന വഴിയിൽ വെച്ചാണ് പോത്തനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പോത്തൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയ മ്ലാത്തിച്ചേടത്തിക്ക് പോത്തനെ മിസ്സാകുന്നു. പിന്നീട് 6 വർഷത്തിനു ശേഷമാണ് പോത്തൻ ആ നാട്ടിലേക്ക് വരുന്നത്. ഉടനെ നായകൾ അയാളെ വകവരുത്തുന്നു. കുരിയാച്ചനെ തേടി വരുന്ന മറ്റുള്ളവരെയെല്ലാം കൊല്ലുന്നത് സന്ദീപിന്റെ പിയൂസ് തന്നെയാണ്. നരേന്റെ കാറിന്റെ ബ്രേക്ക് പൊട്ടിക്കുന്നതും അതുപോലെ ബ്രേക്ക് മുറിച്ചു മാറ്റി നിരവധി പേരെ കൊല്ലുന്നതും പിയൂസ് തന്നെയാണ്. ബിനു പപ്പുവിന്റെ കഥാപാത്രത്തെ കൊലപ്പെടുത്തുന്നത് അയാൾ പോലീസാണെന്ന് അറിഞ്ഞിട്ടല്ല, മറിച്ച് കുരിയാച്ചനെ വകവരുത്താൻ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സമാനമായ കാരണം കൊണ്ട് തന്നെയാണ് അയാൾ എല്ലാവരെയും കൊലപ്പെടുത്തുന്നത്. ഇനി ആരാണ് പിയൂസ് എന്ന മണികണ്ഠൻ എന്ന് നോക്കാം. 6-ാം വയസ്സിൽ തിരുവനന്തപുരത്ത് വെച്ച് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതിനു ശേഷം അനാഥനായവനാണ് മണികണ്ഠൻ. അച്ഛന്റെയും അമ്മയുടെയും ചിതറിയ ശരീരം കണ്ട 6-ാം വയസ്സുകാരനാണ് അവൻ. അവിടെ മുതലാണ് അവന് സിമ്പതിയും എമ്പതിയും എല്ലാം നഷ്ടമായതെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് തന്നെയാകാം കുരിയാച്ചൻ അവനെ കണ്ടെത്തുന്നതും എടുത്തു വളർത്തുന്നതും. മക്കളെക്കാളും മറ്റാരേക്കാളും കുരിയാച്ചന് വിശ്വാസമുള്ളവനായിരുന്നു മണികണ്ഠൻ. മണികണ്ഠനും അങ്ങനെയാണ്. കുരിയാച്ചനെ അല്ലാതെ ലോകത്ത് മറ്റൊരാളെയും അവൻ അവന്റെ മാസ്റ്ററായി കാണുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സിംഗിൾ മാസ്റ്റർ മാത്രമുള്ള ഒരു ടെലോമിയൻ നായയാണ് മണികണ്ഠൻ എന്ന പിയൂസ്. മറ്റുള്ള ആളുകളോട് അവൻ പരിചയവും സ്നേഹവും കാണിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മിഥ്യയാണ്. അവൻ കുരിയച്ചനെ മാത്രമേ അനുസരിക്കുകയുള്ളൂ. യജമാനനെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയ ഒരു വളർത്തുനായയാണ് പിയൂസ്. എല്ലാവരും പകരം ചോദിക്കാൻ വേണ്ടി കുരിയാച്ചനെ അന്വേഷിക്കുമ്പോൾ അയാളെ രക്ഷിക്കാനാണ് പിയൂസ് അയാളെ അന്വേഷിക്കുന്നത്. കൂടെ അന്വേഷിച്ചിറങ്ങുന്നവരെയെല്ലാം അവൻ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. ഒറ്റ മാസ്റ്റർ മാത്രമുള്ള നായയാണ് അത്. ക്ലൈമാക്സിൽ മ്ലാത്തിച്ചേടത്തിയോട് അവൻ പറയുന്നുമുണ്ട്, ചില നായകൾക്ക് ഒറ്റ മാസ്റ്റർ മാത്രമേ ഉണ്ടാകൂ എന്ന്. തീർച്ചയായും ക്ലൈമാക്സിലെ ആ ദിവസം തന്നെയാണ് അവന്റെ അവസാന ദിവസവും. ചേടത്തിയുടെ നായകൾ അവനെ കടിച്ചു കീറിക്കാണും. ചേടത്തിയുടെ കസ്റ്റഡിയിലാണ് കുരിയാച്ചൻ ഉള്ളതെന്ന് പിയൂസ് അവസാന നിമിഷം തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അവനൊന്നും ചെയ്യാനാകാത്ത വിധം ചേടത്തിയുടെ നായകൾ അവനെ വളയുന്നുണ്ട്. അവനെ വെറുതെ വിട്ടാൽ അവൻ ചേടത്തിയെ കടിച്ചു കീറുമെന്ന് അവർക്കുറപ്പാണ്. അതുകൊണ്ട് അവനെ തീർക്കുക എന്നത് മാത്രമാണ് ചേടത്തിയുടെ മുന്നിലുള്ള വഴി. ആദ്യ കാഴ്ചയിൽ മാത്രം കിട്ടിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. രണ്ടാമതൊരു കാഴ്ചയിൽ കൂടുതൽ ആഴം കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് എക്കോ എന്ന സിനിമയെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റ് വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.